ചേച്ചി നമസ്കാരം. ഈ മാതാവിന്റെ രൂപം സുരേഷ് ഗോപി സാർ തന്നല്ലേ? അതെ അതെ, സുരേഷ് ഗോപി സാറാണല്ലോ നമ്മുടെ സമരത്തിന് ഏറ്റവും ആദ്യം ഇവിടെ എത്തിയത്. അപ്പോൾ സുരേഷ് ഗോപി സാർ തന്ന മാതാവിന്റെ രൂപമാണ് ഇന്ന്. ഒത്തിരിയധികം പ്രസക്തിയുള്ളതാണ് ഈ രൂപത്തിന്. കാരണം ഞങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് അത്ഭുതങ്ങൾ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. അപ്പോൾ ആ അത്ഭുതം ഇന്ന് പാർലമെന്റിൽ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മാതാവിന്റെ രൂപം ഇവിടെ വെച്ച് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത്. എത്ര നാളായി ഈ ഒരു രൂപം തന്നിട്ട്? സാർ ഇപ്പോൾ തന്നിട്ട് ഏകദേശം സമരത്തിന്റെ 30 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സാർ ഇവിടെ വന്നിരുന്നു. അപ്പോൾ അന്ന് തന്ന രൂപമാണിത്. ഇപ്പോഴും ഞങ്ങളത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇന്നത്തെ ഒരു ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട്? വളരെ പ്രതീക്ഷയുണ്ട്. ഞങ്ങൾ 100% പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ. അത് പാസ്സാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ആ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഞങ്ങളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. നമ്മളിവിടെ കേൾക്കുന്നത് തർജിമ ചെയ്ത് കൊടുക്കുന്നതിനായി ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വരേണ്ടതാണ്. ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ അറിയുന്ന ആരെങ്കിലും തന്നെ മുന്നോട്ട് വരേണ്ടതാണ്. നമ്മുടെ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയിട്ടുണ്ട്. ഓൺ ദി സ്റ്റേജ്. मैंने सभी जो गैर सरकारी मान्य सदस्यों के जो भी संशोधन से भाव है और सरकारी संशोधन दोनों को बराबर कर सकेगा। मैंने ऐसा नहीं किया कि आप मैंने सबको मैंने जितना भी समय അപ്പൊ നമ്മളെ സഹായിക്കുന്നതിനായി നമ്മളൊന്നും വലിയ ഹിന്ദിക്കാരും ഇംഗ്ലീഷുകാരല്ലാത്തത് കൊണ്ട് നമ്മളെ സഹായിക്കുന്നതിനായി അഡ്വക്കേറ്റ് നോബൽ സാർ ഇവിടെയുണ്ട്. നമുക്ക് തർജ്ജിമ ചെയ്ത് തരാനായിട്ട് സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നിൽക്കാം, നമുക്ക് മാതാവിനെ മാല ചാർത്താം. ഇന്ന് പാർലമെന്റിൽ നടക്കുന്ന ആ ബില്ല് പരിപൂർണമായി പാസ്സായി ഞങ്ങളുടെ പ്രശ്നം തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാതാവിനെ ഞാൻ ആരാധന. അടുത്തതായി നമ്മുടെ നിരാഹാര സമരത്തിൽ ഒത്തിരി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മളുടെ CDP സമൂഹവും പിന്നെ നമ്മളുടെ 125ഓളം ദിവസം നിരാഹാരം ഇരുന്ന നമ്മുടെ ലിസി ആന്റണിയും. ഇവർ രണ്ടുപേരെയും സ്നേഹപൂർവ്വം നമ്മുടെ പുഷ്പാർച്ചന നടത്തുന്നതിനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മുരുകൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. നമ്മുടെ SNDPയുടെ മുനമ്പം ശാഖ പ്രസിഡന്റാണ്. മുനമ്പം സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം ഓക്കെ, മുരുകൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. പിന്നെ തിരക്കുകളൊന്നുമില്ലാതെ എല്ലാവരും നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ മാതാവിന് പുഷ്പാർച്ചന നടത്താവുന്നതാണ്. തിരക്കുകളില്ലാതെ നടത്താവുന്നതാണ്. നമസ്കാരം. എത്രത്തോളം വലിയ പ്രതീക്ഷയുണ്ട് ഇന്നത്തെ ഒരു പാർലമെന്റിലെ ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ടു? തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ബില്ല് അവതരിപ്പിക്കുന്നതോടുകൂടി അത് പാസ്സായി കിട്ടും തന്നെ ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അതോടുകൂടി ഞങ്ങൾ ഇതുവരെ നടത്തിയ ഈ സമരത്തിനൊരു പരിഹാരം ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അത് സംശയമില്ല. ഈ നമ്മുടെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ CPM-ഉം കോൺഗ്രസും ഇവരുടെ നിലപാട് വഖഫ് ബോർഡിന് അനുകൂലമായിട്ടാണ് അവർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഈ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കാനുള്ള ഒരു കാരണം? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയ നിലപാടായിട്ട് മാത്രമേ അതിനെ കണക്കാക്കാൻ പറ്റത്തുള്ളൂ. ഇവിടുത്തെ ഈ പ്രദേശത്തെ ജനങ്ങളുടെ വിഷയമായി ഇതിനെ മാത്രം ഒതുക്കി നിർത്തുന്നതായിട്ടേ നമുക്ക് കാണാൻ സാധിക്കും. അവർക്ക് ഇങ്ങനെ ഒരു വഖഫ് ബോർഡ് ദേശീയ തലത്തിലുള്ള ഒരു വിഷയമാണല്ലോ.
നിരവധി ആളുകൾ ഈ മുനമ്പത്തെ ജനങ്ങളെ പോലെ തന്നെ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ പരസ്യമായിട്ട് ഒരു വഖഫ് ബോർഡിന് ഇത്ര വലിയ പിന്തുണ കൊടുക്കാനുള്ള കാരണം, അതിൻ്റെ ഒരു അടിസ്ഥാനം എന്തായിരിക്കും? അവരെ സംബന്ധിച്ചിടത്തോളം ഈ മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുത്തുക എന്നുള്ള ഒരു പ്രയാസമായിരിക്കാം അങ്ങനെ അവർ ചിന്തിപ്പിക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ ഈ മുൻപത്തെ പ്രശ്നമായിട്ട് ഇതിനെ കാണുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിഞ്ഞാലും അവർക്ക് അവരുടെ വോട്ട്, ജനങ്ങളിൽ നിന്നുള്ള വോട്ട് എങ്ങനെയാണോ അവരുടെ അധികാരത്തിലേക്ക് വരാനുള്ള ചുവടുറപ്പിക്കുക, അതുമായി ബന്ധപ്പെട്ട് മാത്രമേ അവർ ഈ വിഷയത്തെ കാണുന്നുള്ളൂ ആണ് നമുക്ക് തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. BJP നിലപാടിനോട് എങ്ങനെയാണ് നിങ്ങളൊരു പ്രതികരണം, ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം പരിഹരിക്കാനായിട്ട് ഇപ്പോൾ ഈ ഭേദഗതി വരാതെ നിവൃത്തിയില്ല. ഈ ഭേദഗതി വരുന്നതോടുകൂടി ഇതിനൊരു ശാശ്വത പരിഹാരം, ഇപ്പം 172 ദിവസം നീണ്ടു നിൽക്കുക എന്ന് പറയുന്ന ഒരു നിരാഹാര സമരം ഇത്ര ദിവസം നീണ്ടു നിർത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ പ്രയാസമുള്ളൊരു കേസാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സമരം എത്രത്തോളം നീണ്ടുപോകുന്നതോ അത്രത്തോളം പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഇതൊരു ചെറിയ പ്രശ്നമല്ല, 610ഓളം കുടുംബങ്ങളുടെ ഭൂമിയുടെ പ്രശ്നമാണ്. അതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ അക്രമാസക്തമായ നിലയിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന, സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തും. ഇന്നിപ്പോൾ ഇത് ഇങ്ങനെ ഒരു നിയമം ഭേദഗതി വരുന്നതോടുകൂടി ഇത് പരിഹരിക്കപ്പെടും എന്നുള്ളൊരു താല്പര്യം നമ്മൾക്കുണ്ട്, ഉണ്ടാവണം. ഇതിലൂടെ നമുക്കിത് പരിഹരിക്കപ്പെടണം. ഈ നിയമം നമുക്കും കൂടി അനുകൂലമാകണം. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തുള്ളൂ. ആ ഒരു ഭയമുണ്ടെന്ന് ഉള്ളത് ശരി തന്നെയാണ്. പക്ഷേ 90% ഞങ്ങൾ വിചാരിക്കുന്നത് ഇതോടുകൂടി ഈ വിഷയം പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ രാഷ്ട്രീയമായിട്ടല്ല കാണുന്നത്, ഇതൊരു ജനകീയ പ്രശ്നമായിട്ട് ഏറ്റെടുക്കുന്നു ഇവിടുത്തെ കേന്ദ്ര സർക്കാർ എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ കാണുന്നത്. ആ രീതിയിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്നൊരു വിഷയമായിട്ടാണ് എന്നെ കാണുന്നത്. അതിൽ സന്തോഷമുണ്ട്. ഇന്ന് പാർലമെന്റിൽ നടക്കുന്ന ആ ബില്ല് പരിപൂർണമായി പാസ്സായി ഞങ്ങളുടെ പ്രശ്നം തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മാതാവിനെ ഞാൻ വലിയ തിരക്കുകളൊന്നുമില്ലാതെ എല്ലാവരും നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ മാതാവിന് പുഷ്പാർച്ചന നടത്താവുന്നതാണ്. തിരക്കുകളില്ലാതെ നടത്താവുന്നതാണ്.